പരിഷ്കാരങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനും ജനകേന്ദ്രീകൃതമായ പദ്ധതികൾക്ക് മുൻഗണന നൽകാനും കേന്ദ്രമന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദില്ലിയിലെ സേവാ തീർത്ത് ഹാളിൽ വ്യാഴാഴ്ച വൈകുന്നേരം ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ കൗൺസിലിന്റെ മാരത്തോൺ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം കർശനമായി വ്യക്തമാക്കിയത്. യൂറോപ്യൻ ഗൾഫ് രാജ്യങ്ങളിലെ 5 രാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി തലസ്ഥാനത്ത് തിരിച്ചെത്തിയ ഉടനെ പ്രധാനമന്ത്രി ഈ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ എന്നിവരുൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു. ഏകദേശം 4.5 മണിക്കൂറോളമാണ് ഈ നിർണായക യോഗം നീണ്ടുനിന്നത്. ഭരണ സംവിധാനത്തിന്റെ സങ്കീർണതകൾ കുറിച്ച് സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കുക എന്നതാണ് മോദി 3.0 സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ചുവപ്പുനാട കുരുക്കുകൾ പൂർണ്ണമായി ഒഴിവാക്കി ജനങ്ങൾക്ക് വേഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബിസിനസ്സുകൾക്കും സാധാരണ പൗരന്മാർക്കും തടസ്സമാകുന്ന അനാവശ്യ നിയമങ്ങളും നൂലാമാലകളും അടിയന്തരമായി നീക്കം ചെയ്യണം. പ്രഖ്യാപിച്ച പദ്ധതികൾ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരുന്നുണ്ടെന്ന് മന്ത്രിമാർ നേരിട്ട് വിലയിരുത്തണം എന്നീ കാര്യങ്ങളും പ്രധാനമന്ത്രി മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. ഭരണപരിഷ്കാരങ്ങൾക്ക് പുറമെ നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും അത് ഇന്ത്യയിൽ ഉണ്ടാക്കാവുന്ന സാമ്പത്തിക ആഘാതങ്ങളും യോഗം വിശദമായി വിലയിരുത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം കാരണം ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും വിലക്കയറ്റത്തിന് കാരണമാകാതിരിക്കാൻ രാജ്യം സ്വീകരിക്കേണ്ട മുൻകരുതലുകളും യോഗം ചർച്ച ചെയ്തു. അതേസമയം വികസിത് ഭാരത് 2047 എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധതയാണ്. എല്ലാ മന്ത്രാലയങ്ങളും ജനക്ഷേമത്തിന് മുൻഗണന നൽകിക്കൊണ്ട് വേണം നയരൂപീകരണവും അതിന്റെ നടപ്പാക്കലും നിർവഹിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ താമസം ഒഴിവാക്കാനും ചുവപ്പ് നാടുകൾ ഇല്ലാതാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. അനാവശ്യമായ തടസ്സങ്ങളിൽ കുടുങ്ങാതെ ഫയലുകൾ വേഗത്തിൽ നീങ്ങണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഭരണപരമായ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നത് വഴി പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ സാധിപ്പിക്കുമെന്നത് ഉറപ്പിച്ചു പറയുകയായിരുന്നു മോദി. യോഗത്തിൽ കൃഷി, വനം, തൊഴിൽ, ഉപരിതല ഗതാഗതം, കോർപ്പറേറ്റ് കാര്യങ്ങൾ, വിദേശകാര്യം, വാണിജ്യം, ഊർജ്ജം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ തങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പാണ് ഈ മന്ത്രാലയങ്ങൾ നടത്തുന്ന പരിഷ്കാരങ്ങളെന്ന് പ്രധാനമന്ത്രി വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ സമീപകാല വിദേശ സന്ദർശനങ്ങളെക്കുറിച്ചും അവ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയിലുണ്ടാക്കിയ തന്ത്രപ്രധാനമായ മുന്നേറ്റങ്ങളെക്കുറിച്ചും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യോഗത്തിൽ വിശദീകരിച്ചു. കേന്ദ്രത്തിൽ NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലും 3-ാം ഊഴത്തിന്റെ 2ാം വാർഷിക വേളയിലും സർക്കാരിന്റെ നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് സജീവമായി എത്തിക്കാൻ മന്ത്രിമാർ മുൻകൈ എടുക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാന ആവശ്യം. കൂടാതെ രാജ്യത്തെ ശുദ്ധമായ ഊർജ്ജ പദ്ധതികളുടെ ഭാഗമായി ബയോഗ്യാസ് ആവാസ വ്യവസ്ഥ വിപുലീകരിക്കുന്നതിന് പ്രത്യേക ഊന്നൽ നൽകണമെന്നും മോദി നിർദ്ദേശിച്ചു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.